ഇരിക്കുവായിരുന്നു. നമ്മൾ ഡേ 3 ആയപ്പോഴത്തേക്ക് നമുക്ക് ഗ്രാനി എസ്കേപ്പ് ആവാറായി. നമുക്ക് എസ്കേപ്പ് ആയാൽ മാത്രം മതി. നമുക്ക് എല്ലാം എടുത്തുകൊണ്ട് പോവാം. ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും. ഞാൻ ഡേ 3 ആണിപ്പം. ഞാനാണ് സ്പൈഡർ ഐലാൻഡിൻ്റെ ഏരിയ പോയി മറ്റേ വീൽ ക്രാങ്ക് ഒക്കെ വെച്ച് പിന്നെ മറ്റേ ഹാമർ മറ്റേ ഏരിയ വെച്ച് ഞാനിപ്പോൾ കളിക്കുന്ന ലെഗസിയാണ്. ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതുകൂടെ എടുക്കാം. ഒരു സാധനം കൂടെ ഉണ്ട്. അതിപ്പോൾ ഗ്യാസിലീനും ഉണ്ട്. അത് നമുക്ക് പെട്ടിലൊക്കെ ഇട്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാം. ഇപ്പം ഗ്രാനി വരും. നമുക്കപ്പോൾ ഗ്രാനിക്കിട്ട് വെപ്പം കൊണ്ട് വെച്ച് ഒരു അടി കൊടുക്കാം. ഞാൻ പ്രസൻറ്റ് 2-ലിട്ടാണ് കളിക്കുന്നത്. ഇത് GMM അല്ല, നമുക്കിത് ഗ്രാനി ലെഗസിക്കകത്തുള്ളൊരു മോഡാണ്. നമുക്കിപ്പോൾ എനിക്ക് ഒരു 4-5 കോയിനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് നമുക്കിനി നമുക്കതങ്ങ് എടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് എസ്കേപ്പ് ആവുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. കാർക്കിയോ അതൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒക്കെ എടുത്തിട്ട് തൊക്കെ ഒന്ന് തുറന്ന് വെച്ചാൽ മാത്രം മതി. തുറന്ന് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇത് വെക്കാം. പാർക്കുകളൊക്കെ ഇതൊക്കെ ഉണ്ട്. നമുക്കിനി കാറിൻ്റെ ഈ ഗ്യാസ് ഓയിൽ വെക്കാം. ഗ്യാസ് ഓയിൽ ലാസ്റ്റ് എങ്ങാനും എന്തെങ്കിലും ഒരു സാധനം കൂടെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതാവുന്നത്. നമുക്ക് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എന്ത് നമ്മൾ എസ്കേപ്പ് ആവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോവാണ്. നമ്മൾ കാർ എസ്കേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 2 ഒന്ന് റെക്കോർഡ് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതിൽ റെക്കോർഡൊക്കെ ഓണാക്കുന്നത്. സ്പൈഡർ ഗ്രാനി ഏരിയയിലോട്ടൊക്കെ പോയി ആൻഡ് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ അത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്താൽ മാത്രം മതി നമുക്ക് എസ്കേപ്പ് ആവാൻ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. ഫ്രഞ്ച് എടുക്കാം. ഫ്രഞ്ച് എടുക്കണം. ഫ്രഞ്ച് എടുത്തോണ്ട് ചെയ്യാം. ഫ്രഞ്ച് എടുത്തോണ്ട് വെക്കാം. ഗ്രാനി വന്നിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാം. ഇനി അപ്പുറത്ത് സൈഡ് ചെയ്യണ്ട. അപ്പുറത്തൊന്നുമില്ല. നമുക്കിനി മണ്ടയ്ക്കോട്ട് കയറി പോയിട്ട് സാധനങ്ങളുടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നമുക്ക് സ്പാർക്ക് പ്ലഗ് വെക്കാം. സ്പാർക്ക് പ്ലഗ് കൊണ്ടുവന്ന് നോക്കാം. സ്പാർക്ക് പ്ലഗ് കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. സ്പാർക്ക് പ്ലഗ് എവിടെ വെക്കേണ്ടതാണ്? ഇവിടെയാണ് വെക്കേണ്ടത്. സ്പാർക്ക് പ്ലഗ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധനവും കൂടെ, അതാണ് പെഡ്ലോക്ക്. ആ ഡോർ തുറക്കാനായിട്ട് പെഡ്ലോക്ക് വേണമായിരുന്നു. ഒരെണ്ണത്തിനകത്ത് ലാസ്റ്റ് പെഡ്ലോക്ക് ഇട്ടാതായിട്ട് ഒരു എസ്കേപ്പ് ആയിരുന്നു. ഇപ്പം നമ്മളാണ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എസ്കേപ്പ് ആകാൻ പോകാം. അത് 1 മണിക്കൂറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പോവാണ് ഗൈസ്. ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എന്താ കാറിന്റെ കീ ഇതിനകത്ത് കിട്ടണോ? എസ്കേപ്പ് ആകാൻ പറ്റാത്ത പൊട്ടനായിരുന്നു. ഇതുകൂടെ തുറക്കണം ഗൈസ്. ഗ്രാനിങ് വാ. നമുക്ക് ഗ്രാനിയെ വെട്ടിച്ചട്ട് ഇങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ എല്ലാ പ്രശ്നമൊന്നുമില്ല. തളച്ച് ഇങ്ങോട്ട് വാ. സ്പീഡില്ലല്ലോ ഈ കള്ളക്കളവിക്ക്. ഞാൻ ലെഗസിയാണ് കളിക്കുന്നത്. ഗ്രാനിയുടെ മുഖമൊക്കെ കാണാൻ ഇൻസ്ട്രക്ടറിലേക്ക് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഇൻട്രോ ബാക്ക് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഗ്രാനി ലെഗസിയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് എടുത്ത് രണ്ടാമത്തെ ഒക്കെ കാണിക്കുന്നത്. ഞാനീ പരിപ്പോടയും ചായയും വരണ്ടേ? എത്താ വാ. ഒരു ഒട്ടോടെ എനിക്ക് പരിപ്പോടയും ചായയും കൊടുത്തിട്ട് ഗെയിം അങ്ങ് ഫിനിഷ് ചെയ്യാം. കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം അങ്ങ് കംപ്ലീറ്റ് ചെയ്താലോ ഗൈസ്? കംപ്ലീറ്റ് ഒന്നും ആയില്ല, ലാസ്റ്റ് ചെയ്തേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗ്രാനി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതോടെ ചെയ്തിട്ട്
ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതെടുത്തിട്ട് നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാൻ പോണം. റിവൈസ് പൊട്ടിക്ക് വീട്ടിൽ നിന്ന് എസ്കേപ്പ് പോകുന്നു കഴിച്ച് നമ്മൾ എസ്കേപ്പ് ആവുമ്പോൾ നമ്മൾ എസ്കേപ്പ് ആവും. ഡേ 3 ആണ് നമ്മൾ എസ്കേപ്പ് ആവുന്നത്. അത്രേ ഉള്ളൂ. എസ്കേപ്പ് ആയിട്ടുണ്ട്. ലെഗസി നമ്മൾ ലെഗസി കാണിച്ചു തരാം. മുഖം കാണുന്നുണ്ട് ഗ്രാനിയുടെ. നമ്മൾ ഗ്രാനി ലെഗസി ഷോപ്പിനകത്ത് എനിക്ക് 2 കോയിൻ ആയിട്ടുണ്ട്. എനിക്ക് 5 കോയിൻ ആയിട്ട് വേണം. 5 3 4 കോയിനൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാം. നമുക്ക് എന്നിട്ട് മറ്റേ ഇവന്റ് എസ്കേപ്പ് ചെയ്യാൻ മറ്റേ റോബോട്ട് എസ്കേപ്പ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഗ്രാനി സെർച്ച് ചെയ്ത് കൊടുക്കുക. ഗ്രാനി പിന്നെ ലെഗസി വേണമെങ്കിൽ ലെഗസിയിൽ നിന്ന് എഴുതി കൊടുത്തിട്ട് മൊബൈലിൽ നിന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണും. ഇവിടെ ഞെക്കിയിട്ട് ഗ്രാനി ലെഗസി ഉണ്ട്. ഗ്രാനി ലെഗസി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാണ് ഈ മൊബൈൽ ക്ലിക്ക് ചെയ്യണം. മൊബൈൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് APK ഡൗൺലോഡ് ചെയ്യുമ്പോൾ മണ്ടയ്ക്ക് സാധനം കാണിക്കുക. മണ്ടക്കത്തെ സാധനം ഫുള്ളായി വരുമ്പോഴത്തേക്ക് ഇതാണ് ഈ മൊബൈലിൻ്റെ സാധനം കൊടുക്കാവൂ. അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മെയിനായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ആവുന്ന ഇതൊന്ന് കാണിച്ചു തരാം. മൊത്തത്തിൽ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇൻസ്റ്റാൾ ആവുമെന്ന്. അല്ലെങ്കിൽ നിങ്ങളാണ് ഇതാന്ന് വിചാരിക്കും. നിങ്ങൾ കാണിച്ചു തരാം. കാവാത്തെന്താ ഞാൻ ഈ രഹസ്യം അങ്ങനെ ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. പിന്നെ മണ്ടയ്ക്ക് ഒരു ഓപ്ഷൻ കാണിക്കുക. മണ്ടയ്ക്കുള്ള ഓപ്ഷനിൽ ഞെക്കുമ്പോൾ നിങ്ങളാണ് അതിൽ ഞെക്കുമ്പോൾ അതിൻ്റെ ഇത് ഡൗൺലോഡ് ആവുന്ന സാധനം കാണിക്കും. ഇത്ര ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളിത് ഡൗൺലോഡ് ആയിക്കോളൂ. ഞാൻ അങ്ങനെയാണ് ഇതാണ്ട് കാണിക്കണമല്ലോ എന്നാണ് നിങ്ങളെ. എൻ്റെ ഗ്രാനി ലെഗസി ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ തന്നെ നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഗ്രാനി 3 റീമേക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗ്രാനി മോർച്ചറി മൈനസ് ഞാൻ കാണിച്ചു തരാം. ഗ്രാനി മോർച്ചറി മൈനസ് എല്ലാം ഒരേ കമ്പനിക്കാരൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഗ്രാനി മോർച്ചറി മൈനസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കും. അതിനൊക്കെ ഗ്രാനി ലെഗസി ഡൗൺലോഡ് ചെയ്യുന്ന പോലെ എടുത്താൽ മാത്രം മതി. ഗ്രാനി ഇതെനിക്കറിയത്തില്ല. മോർച്ചറി മൈനസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ കാണിച്ചു തരാം. ഗ്രാനി ഫോർ ദ റിബെല്ല് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ഫോണിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഓപ്ഷൻ കാണിക്കും മൊബൈലിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗ്രാനി റീവർക്കാണെന്ന് പറഞ്ഞാൽ മറ്റേ ബണ്ണി അപ്ഡേറ്റ് ഉണ്ടല്ലോ, മറ്റേ ഫ്രീ ഫയറിലെ ബണ്ണി അപ്ഡേറ്റിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ഗ്രാനി മറ്റേ റീവേക്ഷൻ എന്ന് പറയുന്നത് റിപ്ലൈഡ് എന്നല്ല മറ്റേ ഇവനൊക്കെ ഉള്ള മറ്റേ ഇവൻ എൻ്റെ പേരെന്തുവായിരുന്നു റീവേക്കണിങ്. മറ്റേ ഗ്രാനി ഇവൻ ഉണ്ടല്ലോ മറ്റേ ഫ്രീ ഫയറിലെ ബണ്ണിയുള്ള അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്രാനി ലെഗസി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിച്ചാൽ ഗ്രാനി ലെഗസി ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് സ്ക്രീനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഗ്രാനി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് ഓഫ് ആക്കട്ടെ.